ഹോശിയ പ്രവാചകന്റെ പുസ്തകം എടുക്കാം, 14-ാം അധ്യായം എടുക്കാം, 7-ാമത്തെ വാക്യം നമുക്ക് വായിച്ചുകൊണ്ട് ദൈവവചനം നമുക്ക് ധ്യാനിക്കാനായിട്ട് പോകുകയാണ്. അവന്റെ നിഴലിൽ പാർക്കുന്നവർ വീണ്ടും ധാന്യം വിളയിക്കുകയും. ഹോശിയ പ്രവചിക്കുകയാണ്, അവന്റെ നിഴലിൽ പാർക്കുന്നവർക്ക് വീണ്ടും ധാന്യം വിളയിക്കുകയും മുന്തിരിവള്ളി പോലെ തളിർക്കുകയും ചെയ്യും. മുന്തിരിവള്ളി പോലെ അവരെ തളിർക്കുകയും ചെയ്യും. അതിന്റെ കീർത്തി ലബാനോനിലെ വീഞ്ഞിൻ്റെതുപോലെ ഇരിക്കും. നല്ല വചനത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുക. നമുക്ക് ബൈബിൾ ഒന്ന് തുറക്കാം. 91-ാം സങ്കീർത്തനത്തിലോട്ട് നമ്മുടെ ചിന്തകളെ നമുക്ക് കൊണ്ടുവരാം. 91-ാം സങ്കീർത്തനത്തിൻ്റെ 1-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. നിങ്ങൾക്ക് വളരെ പരിചയമുള്ള വാക്യമാണ്, വായിച്ചു കേൾക്കാം. അത്യുന്നതിന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ യഹോവയെ കുറിച്ച് അവൻ എൻ്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവമെന്നും പറയുന്നു. ഈ സങ്കീർത്തനത്തിലെ എഴുത്തുകാരൻ ഭൂരിഭാഗം വേദശാസ്ത്രികളുടെ പഠനമനുസരിച്ച് മോശയാണെന്നാണ്. ചിലർ യോശുവയാണെന്നും വാദിക്കുന്നവരുണ്ട്. എന്നാൽ ഭൂരിഭാഗം വേദപഠിതാക്കളും ഇനി മോശയായാലും യോശുവയായാലും ഇവരെ കൊണ്ട് എഴുതിപ്പിച്ചത് പരിശുദ്ധാത്മാവായോണ്ട് ആരെഴുതിയാലും കുഴപ്പമില്ല. പക്ഷേ ഇതിനകത്ത് ഞാൻ ഇന്ന് വിവരിക്കാൻ പോകുന്ന ഭാഗം മോശയെ മുൻനിർത്തിയാൽ വേണം, യോശുവയെ മുൻനിർത്തിയും വേണം വിവരിക്കാനായിട്ട് പറ്റുമായിരിക്കും. നിങ്ങൾക്കറിയാമോ, സ്തോത്രം, മോശ പറയുക അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ. മോശ എന്താണ് മറ്റാരും പറയുന്നതിലും അധികം നിഴലിന്റെ കീഴിൽ പാർക്കണമെന്ന് പറയാൻ കാരണം? ഈ മോശയുടെ ചരിത്രം നമ്മൾ ബൈബിളിൽ പഠിക്കുമ്പോൾ മോശ പർവ്വതത്തിൽ ദൈവത്തിനടുക്ക കയറിയാലും ഒരു മേഘം മോശമേൽ മൂടും. സമാഗമന കൂടാരത്തിന്റെ വാതുക്ക മോശ വന്നാലും മേഘം ഒരു കൂടാരത്തെ മൂടും. സ്തോത്രം. ഇസ്രായേൽ മക്കളുടെ മരുഭൂമി യാത്രയിലും മുഴുവൻ ഒരു മേഘം വിരിഞ്ഞു നിൽക്കുക. ചുരുക്കി പറഞ്ഞ 40 കൊല്ലം കണ്ണു തുറന്നാൽ കാണുന്ന കാഴ്ച മേഘത്തെയാണ്. മന്ന തിന്നുമ്പോഴും മേഘം കണ്ടുകൊണ്ടിരിക്കുക. സംഖ്യാപുസ്തകത്തിലുണ്ട് കൂടാരം പൊക്കി യാത്ര ചെയ്യേണ്ടത് എപ്പോഴാന്ന് ചോദിച്ചാൽ മേഘം തലയ്ക്ക് മുകളിൽ നിന്ന് മൂവ് ചെയ്യുമ്പോൾ സംഖ്യാപുസ്തകത്തിലെ ആ വാക്യം മാത്രം ഒന്ന് വായിക്കണം. മറ്റേതെല്ലാം വായിക്കാനുള്ള സമയം എനിക്കില്ല. 9-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യം മാത്രം നമുക്ക് വായിക്കാം. സംഖ്യാപുസ്തകം 9-ാം അധ്യായം 17-ാം വാക്യം. മേഘം കൂടാരത്തിന്മേൽ നിന്ന് പൊങ്ങുമ്പോൾ ഇസ്രായേൽ മക്കൾ യാത്ര പുറപ്പെടും. മേഘം നിൽക്കുന്ന കമ്മിറ്റി കൂടി തീരുമാനിക്കുവല്ല നമ്മൾ മൂവ് ചെയ്യണോ വേണ്ടായോ എന്ന്. മേഘത്തെ നോക്കി വെച്ചാൽ മതി. മേഘം പൊങ്ങുമ്പോൾ കൂടാരം പൊളിച്ചോണം. എവിടെങ്കിലും മേഘം നിൽക്കുമ്പോൾ കൂടാരം അവിടെ അടിച്ചോണം. എന്തൊരു പദ്ധതിയാ ഇത്! കണ്ട മോശ സങ്കീർത്തനം ചമച്ചപ്പം ഈ മേഘത്തിന്റെ നിഴലിലിരിക്കുന്നവർക്ക് അവർ പറയേണ്ട 8 കാര്യങ്ങൾ ആ സങ്കീർത്തനത്തിൽ വിവരിച്ച് പറയുക. അത് ഒന്ന് പറഞ്ഞേച്ച് വേണം ഇന്ന് ദൂത് തുടങ്ങാനായിട്ട്. സ്തോത്രം. നോക്കി, മോശയ്ക്ക് എന്നും പറയാനുള്ളത് പോരാട്ടത്തെ അല്ല, മേഘത്തെ കുറിച്ചാണ്. കണ്ണ് തുറന്ന തലയ്ക്ക് മുകളിൽ എന്തോ നിൽക്കുക? മേഘം. പകൽ തണലായി നിൽക്കും, രാത്രി അഗ്നിയായി നിൽക്കും. ഊണിന് 1-2 ദിവസമല്ല. നിങ്ങൾ നോക്കി, ഒരു ദിവസം അങ്ങാണ്ട് ദൈവസ്ഥാനത്തെ സ്വപ്നം കണ്ടതിൻ്റെ എഫക്റ്റിലാണ് 1 കൊല്ലം ജീവിക്കുന്നത്. പിടികിട്ടിയോ? ഇവിടെ ഒരു മനുഷ്യൻ, നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾക്കറിയാമോ, പണ്ടൊക്കെ സ്തോത്രം ദൈവദാസന്മാരുടെ ശുശ്രൂഷ അതിഭയങ്കര ദൈവസാന്നിധ്യത്തിലാണ്. ഈ ക്രിസ്തുവിൽ നിദ്ര കൊള്ളുന്ന വാര്യാപുര യോനാച്ചാൻ എന്ന് പറയുന്ന ശക്തനായൊരു പ്രവാചകനുണ്ടായിരുന്നു. നിങ്ങൾ കേട്ടിട്ടുണ്ടോ വാര്യാപുര യോനാച്ചാൻ? ആത്മീയ കോളത്തിൽ പഴയ മനുഷ്യർക്കെല്ലാം അറിയാം. ആ കാലങ്ങളിൽ ജീവിച്ചിരുന്ന മനുഷ്യനാണ് കൂടൽ കുഞ്ഞുമോൻ ചാൻ എന്ന് പറയും. അദ്ദേഹം കരുത്തനായ ഒരു പ്രവാചകനാണ്. വാര്യാപുര യോനാച്ചാൻ്റെ വീട്ടിൽ കൂടെ 21 ദിവസത്തെ ഫാസ്റ്റിങ്ങുകൾ വെക്കും. സ്തോത്രം. ഉപവാസം നടന്നുകൊണ്ടിരിക്കുമ്പം വലിയ കൺവെൻഷനൊന്നും അല്ല കേട്ടോ. എന്നാൽ നാനാ സ്ഥലത്തുനിന്ന് ആൾക്കാർ വന്നുകൂടും. അങ്ങനെ ദൈവദാസന്മാരിങ്ങനെ 21 ദിവസമൊക്കെ ഉപവസിച്ച് പ്രാർത്ഥിച്ച് അവർ വരുന്നത് എന്തിനാ? കൃപകളും വരങ്ങളും ജ്വലിപ്പിക്കാൻ. അങ്ങനെ 21 ദിവസം നടക്കുമ്പോൾ ഏത് സ്ഥലത്തും വിമർശകരുണ്ടല്ലോ. ഉപവാസം വെച്ചാലും വിമർശകരുണ്ട്, വെച്ചില്ലേലും വിമർശകരുണ്ട്. വെച്ചാൽ പറയും ഇപ്പം കുറേ ഉപവാസക്കാർ, വെച്ചില്ല പറയും അവൻ്റെ സഭയിലൊന്നും ഉപവാസവും ഇല്ല, പ്രാർത്ഥനയും ഇല്ല. പാടിയാൽ പറയും അവൻ്റെ സഭയിൽ എപ്പോഴും അങ്ങ് വർഷിപ്പാ. വർഷിപ്പില്ലേ പറയും ഓ അവൻ്റെ സഭ ചത്ത സഭ, അവിടെ ഒന്നുമില്ല. അപ്പം മൊത്തത്തിൽ കുഴപ്പമാണ്. അപ്പം ഞാനൊരു കാര്യം, വിമർശകർ അവസാനിച്ചിട്ട് സഭ നടക്കാൻ പറ്റത്തില്ല. വിമർശകൻ്റെ മുകളിൽ പന്തലിട്ടുകൊണ്ട് വേണം ചർച്ച നടത്താൻ. നിങ്ങളാരും മിണ്ടുന്നില്ല എൻ്റെ കൂടെ. അതുകൊണ്ട്
അതുകൊണ്ട് ഒരു വിമർശകനെ നിങ്ങൾ പേടിക്കരുത്. എനിക്ക് അന്ന് ഒട്ടും പേടിയില്ല. നിങ്ങൾ എന്നെ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. ഹല്ലേലൂയ. അങ്ങനെ ഒരു ദിവസം കൂടൽ കുഞ്ഞുമോൻ ചാൻ നിന്ന് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൂടൽ കുഞ്ഞുമോൻ ചാൻ ശുശ്രൂഷയെ വാര്യാപുര യോനാച്ചാൻ്റെ വീട്ടിൽ വെച്ച്, അത് കൂടൽ കുഞ്ഞുമോൻ്റെ അച്ഛൻ്റെ അനുഭവങ്ങളുടെ പുസ്തകമൊക്കെ വായിച്ചാൽ കിട്ടും അതിനകത്ത്. അമ്മി സ്വതന്ത്രം ഒരു കുഞ്ഞുഞ്ഞു വിളിച്ച് പറഞ്ഞു, അമ്മി കുഞ്ഞുമോനെ ഇതെല്ലാം കള്ളപ്രവചനമാണല്ലോ എന്ന് പറഞ്ഞപ്പം അമ്മി പ്രസംഗിച്ചുകൊണ്ടിരുന്ന കൂടൽ കുഞ്ഞുമോൻ ചാൻ ഈ കുഞ്ഞുഞ്ഞിനെ നോക്കി ഒരു ദൂത് പറഞ്ഞു, ജീസസ് നിന്റെ കണ്ണ് കാക്ക കൊത്തിക്കൊണ്ട് പോകുമെന്ന് പറഞ്ഞു. നിന്റെ കണ്ണ് കാക്ക കൊത്തിക്കൊണ്ട് പോകുമെന്ന് പറഞ്ഞു. ഒരു വർഷം കഴിഞ്ഞ് അടുത്ത 21 വെച്ചു. ആ 21-നും കൂടൽ കുഞ്ഞുമോൻ ചാൻ പ്രസംഗിക്കാൻ വന്നപ്പോൾ ഇവൻ ജെല്ലിക്കുടമെന്ന് പറഞ്ഞു, കുഞ്ഞുമോനെ എൻ്റെ കണ്ണ് ഇന്നും എൻ്റെ മുഖത്ത് തന്നെ ഉണ്ട്. ജീസസ് ഒരു കാക്ക അത് കൊണ്ടുപോയില്ലെന്ന് പറഞ്ഞു. സ്തോത്രം. ഈ കൂടൽ കുഞ്ഞുമോൻ ചാൻ മറുപടി പറഞ്ഞില്ല. ഈ ദൈവസാന്നിധ്യമുള്ളവർ ഈ വിമർശനത്തിനൊന്നും മറുപടി പറയത്തില്ല. അവൻ എന്തേലും പറഞ്ഞു വെച്ച് പോട്ടെ. സ്തോത്രം. അതൊക്കെ ചിന്തിക്കത്തുള്ളൂ. എന്നാൽ ഈ കുഞ്ഞുഞ്ഞ് വീട്ടിൽ ചെന്ന്, സ്തോത്രം, ഞാൻ ആ കുഞ്ഞുഞ്ഞെന്നായൻ്റെ പേരെന്നാണ് എൻ്റെ മൈൻഡിൽ നിൽക്കുന്നത്. അല്ലെ പുസ്തകം വായിച്ചു നോക്കിയാൽ മതി, എന്തോ ഒരു പേര്. വീട്ടിൽ ചെന്ന് പുകയത്തുനിന്ന് കുറച്ച് റബ്ബർ ഷീറ്റൊക്കെ പറക്കിയെടുത്ത്, സ്തോത്രം, ഒരു കെട്ടി തൂക്കുപാലം ജംഗ്ഷൻ, വാര്യാപുരം തൂക്കുപാലം ജംഗ്ഷനിൽ വന്ന് ബസ്സിൻ്റെ മണ്ടേ കയറി ഷീറ്റ് ഇട്ടിട്ട് താഴെ ഇറങ്ങി ബസ്സിൻ്റെ കയറുന്ന സ്റ്റെപ്പിലോട്ട് കൈ പിടിച്ചപ്പം അവിടെ നിന്ന് കണ്ടക്ടർ ബെല്ലടിച്ചു. കയറാൻ നേരത്തൊരു ചെറിയ പറ്റി മുണ്ടിൻ്റെ തുമ്പെ കാലൊന്ന് കുരുങ്ങി, കയറാൻ പറ്റിയില്ല. അങ്ങ് തെന്നിപ്പോയി, നേരെ വണ്ടിക്കടി വീണു. വണ്ടി മണ്ടക്കൂടെ കയറി ഇറങ്ങിയപ്പോൾ തലേ കൂടെ കയറി ഇറങ്ങി. ജീസസ്. ആ കണ്ട ആരോ ഉണ്ടെന്ന് അടുത്ത വീട്ടിൽ നിന്നൊരു പുതപ്പ് വാങ്ങിച്ചുകൊണ്ടൊന്ന് പുതപ്പിച്ചിട്ടു. സ്തോത്രം. ആള് 4 വഴിക്കൂടെ ഓടിക്കൂടി. പത്തനംതിട്ട നിന്നൊക്കെ ആംബുലൻസ് വരാൻ ഇച്ചിരി ലേറ്റായി. ആംബുലൻസ് വന്ന് ഈ ഷീറ്റെല്ലാം പറക്കി മാറ്റിയപ്പം ഈ പൊടിഞ്ഞു പോയവൻ്റെ കണ്ണ് കാണാനില്ല. അയ്യോ, കണ്ണെവിടെ പോയി നോക്കിയപ്പം ഒരു കാക്ക മരത്തിൻ്റെ കണ്ടയ്ക്ക് ആ കണ്ണ് കൊത്തി തിന്നുകൊണ്ടിരിക്കുക. അദ്ദേഹത്തിൻ്റെ അനുഭവ കഥയ്ക്കകത്ത് എഴുതിയിരിക്കുന്ന ഒരു സാക്ഷ്യമാണ്. ഞാൻ എന്തിനാ ഇതൊക്കെ പറയുന്നത്? നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. ഒരു ദൈവ സാന്നിധ്യത്തിൽ കീഴിൽ ഒരു ദൈവദാസൻ വസിച്ചാൽ അവൻ്റെ വാക്കുകൾക്ക് വരെ അതിഭയങ്കരമായ ദൈവപ്രവൃത്തിയുണ്ട്. തിരിച്ചറിവുള്ളവരെ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യണം. ഇന്ന് ചിലരെ ഈ സാന്നിധ്യം ഒന്ന് മൂടാൻ പോകുകയാ. മോശ കണ്ണു തുറന്നാ കാണുന്നത് ദൈവ സാന്നിധ്യമാ. ഇന്ന് പകൽ ഞാനിവിടെ ശുശ്രൂഷിക്കുമ്പോൾ ഞാനിതിന്റെ റൂഫ് അല്ല കാണുന്നത്, ഇതിന്റെ മുകളിൽ കൊട വിരിച്ചു നിൽക്കുന്ന ഒരു ദൈവ സാന്നിധ്യമാണ്. മനസ്സിലായവർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഒരിക്കലെങ്കിലും ലൈഫിൽ ദൈവ സാന്നിധ്യം അനുഭവിച്ചൊരു ദൈവ പൈതലിന് ഒരു നിരാശ വന്നാലും അവനെ തകർക്കത്തില്ല. ആ സാന്നിധ്യം അവനെ മൂടിക്കൊണ്ടേയിരിക്കും. മോശയുടെ പ്രത്യേകത നിങ്ങൾ ശ്രദ്ധിച്ചു കാണാം. പർവ്വതത്തിൽ കയറിയ സാന്നിധ്യം, കൂടാരത്തിൽ വന്നാൽ മേഘം, പർവ്വതത്തിൽ കയറിയ മേഘം, എല്ലാം മേഘത്തിനകത്താ പരിപാടി. 40 വർഷം കടന്ന് മേപ്പോട്ട് നോക്കിയ മേഘമാണ്. ഹല്ലേലൂയ. ഇത് കണ്ട മനുഷ്യൻ 91 സങ്കീർത്തനം ചമയ്ക്കുമ്പോൾ എഴുതി, നിങ്ങൾ വസിക്കേണ്ടത് എവിടാന്നറിയോ? അത്യുന്നതന്റെ മറവിലും സർവശക്തന്റെ. ഇനി നമുക്ക് ആ വാക്യം വായിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ. അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ. യഹോവയെ കുറിച്ച് അവൻ പറയണം. യഹോവയെ കുറിച്ച് അവൻ എന്റെ സങ്കേതം, ദൈവം എന്റെ സങ്കേതമാണ്, കോട്ടയും, ദൈവം എന്റെ കോട്ടയാണ്, ഞാൻ ആശ്രയിക്കുന്ന എന്റെ ദൈവം, ഞാൻ ആശ്രയിക്കുന്ന ദൈവമാണ്. ദൈവം എന്ന് പറയുന്നു. ഒരു നല്ല ആമീൻ പറഞ്ഞാട്ട്. ദൈവം എന്റെ സങ്കേതമാണ്, ദൈവം എന്റെ കോട്ടയാണ്, ദൈവം എന്റെ ആശ്രയിക്കുന്ന ദൈവമാണ്. ഒരാമീൻ പറഞ്ഞാട്ട്. ഇന്ന് ഇവിടുന്ന് പോകുന്നതിന് പറയണം, എനിക്കൊരു സങ്കേതമുണ്ട്, എനിക്കൊരു കോട്ടയുണ്ട്. ആര് പറയണം? അത്യുന്നതന്റെ മറവിൽ വസിക്കുന്നവർ. ഓ ഹല്ലേലൂയ. ആരാണ്ടൊക്കെ നിന്നെ പേടിപ്പിക്കാൻ വന്നപ്പോൾ നീ പേടിച്ച് വീട്ടിൽ കയറിയെന്നല്ല, നീ പറയണം, ഞാനൊരു മറവിലാണ്, ഞാനൊരു മേഘത്തിന്റെ തണലിലാണ്, ഞാനൊരു ദൈവ സാന്നിധ്യത്തിലാണ്. ഞാൻ പറയും, എനിക്കൊരു സങ്കേതമുണ്ട്, എനിക്കൊരു കോട്ടയുണ്ട്. തീർന്നില്ല, ഞാൻ ആശ്രയിക്കുന്നൊരു ദൈവമുണ്ട്. ഓ ഹല്ലേലൂയ. അടുത്ത നിങ്ങൾ കേട്ടോ, വേട്ടക്കാരന്റെ കെണിയിൽ നിന്നും അവൻ നിന്നെ വേട്ടക്കാരന്റെ കെണിയിൽ നിന്നും നാശകരമായ മഹാമാരിയിൽ നിന്നും വിടുവിക്കും. അവൻ പറയാ, വേട്ടക്കാരന് കെണിയുണ്ട്, നാശം വിതയ്ക്കുന്ന മഹാമാരിയുണ്ട്, പക്ഷെ എനിക്ക് അതിൽ നിന്ന് വിടുതലുണ്ട്.
എത്ര പേർ അതിന് ആമീൻ പറയും? കാരണം നീ എവിടെ ഇരുന്നാ പറയുന്നത്? സർവശക്തന്റെ നിഴലിന്റെ കീഴിൽ ഇരുന്നോണ്ട് നീ പറയുകയാണ്, വേട്ടക്കാരൻ കെണി വെച്ചിട്ടുണ്ട്, പക്ഷെ എനിക്ക് വിടുതല. എത്ര പേർ അതിന് ആമീൻ പറയാൻ പറ്റും? ഒന്ന് തിരിഞ്ഞു നോക്കണം. നിന്നെ ഒതുക്കുവാനും കുടുക്കുവാനും എത്രയോ കെണി വെച്ചതാ, പക്ഷെ ആ കെണിയെല്ലാം പൊട്ടിച്ച നീ ഇന്നിവിടെ പ്രയർന്ന് വന്നേക്കുന്നേ. ധൈര്യത്തോടെ പറയണം, വേട്ടക്കാരൻ കെണി വെച്ചിട്ടുണ്ട്. പക്ഷിയെ പിടിക്കാൻ വേട്ടക്കാരൻ തീറ്റയിട്ട് കെണി വെക്കുന്നത് പോലെ നിനക്ക് കെണി വെച്ചിട്ടുണ്ട്, പക്ഷേ നിനക്കതിൽ നിന്ന് വിടുതലുണ്ടെന്ന്. അതിന്റെ കാരണം നീ മതിലേക്കെടുത്ത ക്രിസ്ത്യാനി ആയോണ്ടല്ല. ദൈവത്തിന് സ്തോത്രം. അതിന്റെ കാരണം എന്താ? നീ വസിക്കുന്നത് ഒരു നിഴലിന്റെ കീഴിലാ. ഓ ഹല്ലേലൂയ. ആദ്യം പറഞ്ഞ കേട്ടെ, എൻ്റെ സങ്കേതമാണ്, എൻ്റെ കോട്ടയാണ്, ഞാൻ ആശ്രയിക്കുന്നവനാണ്. അതെ, ഒന്ന് പറഞ്ഞേ, എൻ്റെ സങ്കേതമാണ്, എൻ്റെ കോട്ടയാണ്. ഇതാരാ പറയണ്ടേ? സർവശക്തന്റെ നിഴലെങ്കിൽ പാർക്കുന്നവര് പറയണം. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഞാൻ ഇവിടെ ഇരിക്കുന്ന ചിലർ അടുത്തിരിക്കുന്ന നല്ലോട് ചോദിക്കുക, സർവശക്തന്റെ നിഴലെങ്കിൽ തന്നെ ആണോ എന്ന് ചോദിച്ച് തിരിച്ചോണ്ട് വരാണോ? ആണോ? ആണെങ്കിൽ പറയണം, ദൈവം എനിക്ക് എന്താണ്? സങ്കേതമാണ്. ദൈവം എനിക്ക് എന്താണ്? കോട്ടയാണ്. ദൈവം എനിക്ക് എന്താണ്? ഞാൻ ആശ്രയിക്കുന്ന ദൈവമാണ്. ഓ, അവൻ നിന്നെ വേട്ടക്കാരന്റെ കണിയിൽ നിന്നും, അവൻ നിന്നെ വേട്ടക്കാരന്റെ കെണിയിൽ നിന്നും നാശകരമായ മഹാമാരിയിൽ നിന്ന് വിടുവിക്കും. കണ്ടോ? ഇന്ന് പകൽ ഏതൊക്കെ നാശം വിതയ്ക്കുന്ന മഹാമാരി നിനക്കെതിരെ വന്നാലും അതിനകത്തുനിന്ന് നിനക്ക് വിടുതലുണ്ടെന്ന്. അത്യുന്നതന്റെ മറവിലും സർവശക്തന്റെ നിഴലിൽ പാർക്കുന്നവൻ പറയണമെന്നാ സങ്കീർത്തനക്കാരൻ പറയുന്നത്. എനിക്ക് ദൈവം സങ്കേതമാണ്, എനിക്ക് ദൈവം കോട്ടയാണ്, എനിക്ക് ദൈവം ഞാൻ ആശ്രയിക്കുന്ന സ്ഥലമാണ്. ഹല്ലേലൂയ. അവൻ നിന്നെ വേട്ടക്കാരന്റെ കണിയിൽ നിന്നും, അവൻ നിന്നെ വേട്ടക്കാരന്റെ കെണിയിൽ നിന്നും നാശകരമായ മഹാമാരിയിൽ നിന്ന് വിടുവിക്കും. ബ്രദറെ, ഇതെല്ലാം ഉണ്ട്, പക്ഷെ എനിക്ക് വിടുതല. എന്റെ കാരണം എന്താ? ഞാനൊരു നിഴലിന്റെ കീഴിലാ. അതുകൊണ്ട് എനിക്ക് ഇതിൽ നിന്നെല്ലാം വിടുതല. അടുത്ത നിങ്ങൾ ശ്രദ്ധിക്കണേ. അവൻ എന്നോട് എങ്ങനെയാന്ന് കേട്ടോണം, തന്റെ തൂവലുകൾ കൊണ്ട് അവൻ നിന്നെ മറയ്ക്കും. ഇടയ്ക്കിടയ്ക്കൊക്കെ ഈ മറവിരിക്കുന്ന എന്നെ അവൻ ഇറങ്ങി വന്ന് തൂവല് കൊണ്ടൊന്ന് മറയ്ക്കും. ചെല്ലു പറയത്തില്ലയോ? ദൈവത്തിന് സ്തോത്രം. ആരൊക്കെ നിങ്ങളെ മോശപ്പെടുത്തിയാലും നിന്നെ ഇടയ്ക്കിടയ്ക്ക് തൂവല് കൊണ്ട് മറയ്ക്കും. ഒരിക്കലെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ? ഒരു ദൈവത്തിന് സ്തോത്രം. തൂവല് കൊണ്ട് മറയ്ക്കുന്ന ഒരു ഫീല്. കർത്താവേ, പലപ്പോഴും ദൈവ സാന്നിധ്യം നിന്നെ പൊതിയുക. കാരണം എന്താ? നീ ഒരു നിഴലിന്റെ കീഴിലാ പാർക്കുന്നത്. ചിലപ്പോൾ കണ്ടിട്ടില്ലയോ, ചില പാട്ടൊക്കെ നമ്മൾ പാടുമ്പം, ചില പ്രസംഗമൊക്കെ കേൾക്കുമ്പം നമ്മൾ ഇരിക്കുന്നിടത്തും നമ്മളങ്ങ് സ്റ്റക്കായി ഇരുന്നു പോകും. കാരണം എന്തോ നമ്മളെ മൂടി വെച്ചിരിക്കുക. ഹല്ലേലൂയ. തൻ്റെ തൂവലുകൾ കൊണ്ട് അവൻ നിന്നെ മറയ്ക്കും. അവൻ്റെ ചിറകിൻ്റെ കീഴിൽ, അവൻ്റെ ചിറകിൻ കീഴിൽ നീ ശരണം പ്രാപിക്കും. ഓ, ഞാൻ ശരണം പ്രാപിക്കും. ഹല്ലേലൂയ. എവിടെ? അവൻ്റെ ചിറകിൻ കീഴിൽ, ചിറകിൻ്റെ കീഴിൽ നീ ശരണം പ്രാപിക്കും. ഇനി അടുത്ത അവൻ പറയുക, അവൻ്റെ വിശ്വസ്തത നിനക്ക് പലകയായി എനിക്ക് കൂടെയുണ്ട്. അടുത്ത നിങ്ങൾ ശ്രദ്ധിച്ചേ, രാത്രിയിലെ ഭയമുണ്ട്, പകൽ പറക്കുന്ന അസ്ത്രമുണ്ട്, ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയുണ്ട്, ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരമുണ്ട്. നിനക്ക് പേടിപ്പാടില്ല. ഒന്നും പേടിയില്ല. എനിക്കതിനെ ഒന്നും പേടിയില്ല. നിന്റെ വീടിനതിലെ വരത്തുപോക്കുണ്ട്, പക്ഷെ എനിക്ക് പേടിയില്ല. എൻ്റെ വീടിനെതിരെ ആഭിചാരമുണ്ട്, എനിക്ക് പേടിയില്ല. എന്താ കാര്യം? ഒരു നിഴൽ എൻ്റെ വീടിൻ്റെ മേൽ നിൽക്കുക. ഒരു ദുഷ്ടശക്തിക്കും ഭേദിക്കാൻ കഴിയാത്ത, ഒരു മന്ത്രവാദത്തിന് മുറിച്ചു കടക്കാൻ കഴിയാത്ത. നിങ്ങൾക്കറിയോ, എത്ര വലിയ പ്രോബ്ലംസ് വന്നാലും ദൈവ സാന്നിധ്യം ലൈഫിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ചിലർ ഞായറാഴ്ച യോഗത്തിന് വരുമ്പോൾ മാത്രം ശനിയാഴ്ച രാത്രി ബൈബിളൊന്നും എടുക്കും, ഞായറാഴ്ച രാവിലെ യോഗത്തിന് വന്നു, അയ്യോ ഇന്ന് ഭക്തിയോടെ നിൽക്കണം, വാതിക്കൽ ഇങ്ങോട്ട് കയറുമ്പോഴേ ഇങ്ങനെ നെഞ്ചത്തൊക്കെ ഒന്ന് കൈവച്ച് അകത്തോട്ട് കയറി പാട്ടൊക്കെ പാടുമ്പോൾ കരഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കും. പിന്നെ അടുത്ത ഞായറാഴ്ചയേ ഉള്ളൂ ബന്ധം. അങ്ങനെയല്ല, ചിലർ കണ്ടിട്ടില്ലയോ, ഊണിലും ഉറക്കത്തിലും ഇങ്ങനെ ദൈവ സാന്നിധ്യം മെയിൻറ്റെയിൻ ചെയ്യുക. കാരണം അവർ അസാധാരണമായത് എന്തോ പ്രതീക്ഷിക്കുന്നുണ്ട്. അല്പദിവസം ഈ സാന്നിധ്യത്തിൻ്റെ കീഴിൽ വസിച്ചാൽ, ഞാൻ പറയാം, ഒരാൾ രക്ഷിക്കപ്പെടുന്ന അന്ന് മുതൽ നിത്യത വരെ വസിക്കേണ്ട ഒരു സ്ഥലമാണ് ദൈവ സാന്നിധ്യം. എത്ര പേർ അതിന് ആമീൻ പറയാൻ പറ്റും?
ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഒരിക്കല് ഒത്തിരി പാട്ടെഴുതിയ ഒരു മനുഷ്യനോട് സംസാരിച്ചു. ഹല്ലേലൂയ. ആ മനുഷ്യനോട് ഞാൻ ചോദിച്ചു, നിങ്ങൾ എങ്ങനെ ഇങ്ങനെ പാട്ടൊക്കെ എഴുതുന്നേ? അപ്പോൾ പുള്ളിക്കാരൻ എന്നോട് പറയാ, പാസ്റ്ററെ, എനിക്ക് പാട്ടെഴുതാൻ അറിയത്തില്ലായിരുന്നു, കുറച്ചൊക്കെ പാടാൻ അറിയാമായിരുന്നു. പക്ഷേ ഓരോ പാട്ടെഴുതുമ്പോഴും ഞാൻ ദൈവത്തിന് സ്തോത്രം എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കും, കർത്താവേ എനിക്കൊരു പാട്ട് തരണേ. ഏത് പ്രസംഗം കേട്ടാലും പാട്ടാകും. പക്ഷെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ, ഒരു ദിവസം പുള്ളി പറയുക, ചില സമയത്തൊരു മേഘം വന്നെന്നെ മൂടി കഴിയുമ്പോൾ വരികൾ എങ്ങനെ ഉണ്ടാകുന്നതെന്ന് എനിക്കറിയത്തില്ല, അറിയാതെ വരികൾ എഴുതി പോകുകയാ. ഞാനിവിടെ ഇരിക്കുന്ന ചിലരോട് പറയാം, സാധാരണമല്ലാത്തത് നിന്റെ വീട്ടിൽ പ്രതീക്ഷിക്കുന്നു, സാധാരണമല്ലാത്തത് നിന്റെ ലൈഫിൽ പ്രതീക്ഷിക്കുന്നു. എന്നോട് ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞു, സാധാരണമല്ലാത്ത ചിലത്, ഒരു വീട്ടിലും നടക്കാത്ത ചിലത്. ഓ ഹല്ലേലൂയ. തിരിച്ചറിവുള്ളവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഞാൻ ഈ വേദി പ്രസംഗിക്കാൻ കയറുമ്പോഴും സാധാരണ പ്രസംഗിക്കുന്നവരുടെ പ്രസംഗം പ്രസംഗിച്ചിരിക്കാനല്ല ഞാൻ കയറിയേക്കുന്നത്. ഞാൻ ജനിച്ചേ പിന്നെ, യേശുവിനെ കണ്ടേ പിന്നെ ഇതുവരെ നടക്കാത്തൊരു കാര്യം എൻ്റെ ലൈഫിൽ നടക്കണമെന്ന്. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. ചില നിരാശകളെ ഇന്ന് പൊട്ടിക്കാൻ പോവുക. നിന്റെ മനസ്സിൽ വരുന്ന നെഗറ്റീവ് തോട്ട്സുകളെ ക്യാൻസൽ ചെയ്യാൻ പോവുക. യേശു നിന്നെ ദൈവ സാന്നിധ്യം പൊതിഞ്ഞു പിടിക്കാൻ പോവുക. നീ വാ തുറന്നാൽ അത് കേൾക്കുന്നവരെ അഭിഷേകം. നീ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം, പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കണം, പ്രാർത്ഥിച്ചുകൊണ്ട് വണ്ടിയെ കയറണം, പ്രാർത്ഥിച്ചുകൊണ്ട് വീട്ടിൽ പോകണം. നിനക്കൊരു ഓപ്പണിംഗ് ഉണ്ട്. ഓ യേശുവിന്റെ നാമത്തിൽ എനിക്ക് ദൈവാത്മാവ് ഒരു വെളിപ്പാട് തരിക. ഇന്ന് പകൽ നിന്നെ ചുറ്റി വലയുന്ന സകല അന്ധകാര തലങ്ങളും മുറിഞ്ഞു മാറും. ഓ നിന്നെ ദൈവ സാന്നിധ്യം പൊതിയാൻ പോവുക. നിങ്ങൾക്കറിയാമോ, പർവ്വതമൂളി മോശ കയറി 40 പകലും 40 രാത്രിയും കർത്താവിൻ്റെ അടുക്കൽ ഇരുന്ന് ചെറഞ്ഞു വന്നപ്പം പാളയത്തിൽ ജനം പറയാം, മോശയുടെ ത്വക്ക് പ്രകാശിക്കുന്നു. അതിന്റെ കാരണം എന്താ? ദൈവ സാന്നിധ്യത്തിൽ ദിവസങ്ങൾ ഒരുത്തൻ ഇരുന്നാൽ അവന്റെ ത്വക്ക് വരെ പ്രകാശിക്കും. ഞാനിവിടെ ഇരിക്കുന്ന ചിലരോട് പറയാം, നിന്റെ മുഖശോഭ മാറും, നിന്റെ രൂപം മാറും, നിന്റെ ഞാൻ പറയുന്നത് ജഡീക സൗന്ദര്യമല്ല പറയുന്നത്, നിന്റെ അകത്ത് വ്യാപരിക്കുന്ന ആത്മീക സൗന്ദര്യം. എത്ര പേർക്ക് അതിന് ആത്മാവിൽ കാണാൻ പറ്റും? അമ്മ എനിക്ക് ദൈവാത്മാവ് കാണാം. നിന്റെ ലൈഫ് വേസ്റ്റ് എന്ന് പറഞ്ഞത് നിന്റെ ലൈഫ് സമൃദ്ധി എന്ന് പറയും. ചില അശുദ്ധിയുടെ ആത്മാവ്, മ്ലേച്ഛതയുടെ ആത്മാവ് നിന്റെ വീട്ടിൽ നിന്ന് ഓടിപ്പോകുകയാ. ഇനി അന്ധകാരങ്ങൾക്ക് നിന്റെ വീട്ടിൽ സ്ഥാനമില്ല. കാരണം നിന്നെ തമ്പുരാൻ തൂവലുകൊണ്ട്. ഹല്ലേലൂയ. കണ്ടോ, രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും ഉച്ചയ്ക്ക് നശിം സംഹാരനെ നിനക്ക് നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലത്ത് വശത്ത് 10,000 പേരും വീഴും, എങ്കിലും അത് നിന്നോട് അടുത്ത് വരികയില്ല. പലതും വീഴും, പക്ഷെ നിന്നോട് അടുക്കത്തില്ല. എന്നിട്ട് ഒരു ഉറപ്പ് തരിക, നീ നിഴലിൽ വസിക്കുന്ന നീ ഇനി ഒരു കാഴ്ച കാണാൻ പോകും. അടുത്ത വാക്യം വായിച്ചേ. നിന്റെ കണ്ണുകൊണ്ട് തന്നെ നീ നോക്കി, നിന്റെ കണ്ണുകൊണ്ട് തന്നെ നീ നോക്കി ദുഷ്ടന്മാർക്ക് വരുന്ന പ്രതിഫലം, നിന്നെ മാമി അറിഞ്ഞുകൊണ്ട് ഉപദ്രവിച്ചവന് വരുന്ന പ്രതിഫലം നിന്റെ കണ്ണുകൊണ്ട്. മനസ്സിലായവരെ ദൈവത്തിന് സ്തോത്രം ചെയ്യാവൂ. നിങ്ങൾക്കറിയോ, ഈ വേദപുസ്തകത്തിൽ വളരെ പ്രായം ചെന്ന ഒരു അമ്മച്ചിയുണ്ട്. അമ്മച്ചിയുടെ പേര് മിരിയാം അമ്മച്ചി എന്നാ. എന്തുവാ? മിരിയ. ഈ വയസ്സാങ്കാലത്ത് ഈ അമ്മച്ചി യോഗത്തിന് പോകുമ്പം വാനിറ്റി നടക്കാൻ പോകുമ്പോഴും വാനിറ്റി ബാഗിനകത്തൊരു തപ്പിട്ടുകൊണ്ട് നടക്കും. എന്തോ ഇനി അമ്മച്ചി നടക്കുന്നതെന്നറിയാമോ? എൻ്റെ കുടുംബത്തെ തകർത്ത് കളഞ്ഞവൻ്റെ തകർച്ച കാണുന്ന അന്ന് ഞാൻ ഈ തപ്പെടുക്കും. ഒരാത്മീക വിടുതലിലേക്ക് ഞാൻ വരാൻ പോവുക. ഞാനിവിടെ ഇരിക്കുന്ന ചിലരോടൊരു ദൂത് പറയാം, നീ സൂക്ഷിച്ചു വെച്ചതൊക്കെ ഈ ദിവസങ്ങളിൽ പുറത്തെടുക്കും. എന്താ കാര്യം? ദുഷ്ടന് വരുന്ന ഓ ഹല്ലേലൂയ. ഞാനൊരു ആത്മീയ കാഴ്ച, വർഷങ്ങളായി ചിലരെ ദണ്ണിപ്പിച്ച ദുഷ്ടവ്യാപാരങ്ങൾ ചിലയിടത്ത് ഒതുങ്ങുന്ന കാഴ്ച നീ കാണുമ്പോൾ മറച്ചു വെച്ച തപ്പ് മിരിയാം കയ്യിലെടുത്ത പോലെ ഈ ദിവസങ്ങളിൽ നിന്നിച്ചവന്റെ മുമ്പിൽ സ്തുതിക്കാൻ പറ്റുന്നുണ്ടോ? സ്തുതിക്കാൻ പറ്റുന്നുണ്ടോ? നിന്റെ കണ്ണുകൊണ്ട് തന്നെ നീ നോക്കി ദുഷ്ടന് വരുന്ന പ്രതിഫലം. ഓ നിങ്ങൾ ശ്രദ്ധിച്ചേ, ചിലര് തകരാനെന്നുള്ള പ്രാർത്ഥനയല്ല, പക്ഷേ തമ്പുരാൻ തീരുമാനിച്ചിട്ടുണ്ട് ചിലരെ തകർക്കാൻ.
കാരണം വർഷങ്ങളായി നിന്റെ നന്മ ഊറ്റിക്കുടിച്ച, നിന്റെ അനുഗ്രഹത്തെ അപകരിച്ച്, നിന്നെ ഒന്നിനും കൊള്ളാതാക്കി വേസ്റ്റ് ആക്കിയിട്ട നിന്നെ എൻ്റെ ദൈവം അവിടുന്ന് പുറത്തിറക്കിയത്, ഈ മേഘത്തിന്റെ കീഴിൽ നടത്തിയത് ശത്രു പ്രബലനാകാനല്ല. അല്ല. ആരോടോ പ്രവചിക്കുക, ചിലതിന്റെ തകർച്ച നീ കാണും, ചിലതിന്റെ തകർച്ച. ഈ അമ്മച്ചി തന്റെ വാനിറ്റി ബാഗില് തപ്പ് കൊണ്ട് നടക്കുക. സ്തോത്രം. എന്തോ അമ്മച്ചി തപ്പ് കൊണ്ട് നടക്കുന്നേ? ചാകാറായല്ലോ. ഉത്തരം, ചാകുന്ന സമയത്ത് ചത്തോളാം, വിരോധമൊന്നുമില്ല. പക്ഷേ എൻ്റെ കണ്ണ് കൊതിക്കുന്നു, എന്താ ദുഷ്ടന് വരുന്ന പ്രതിഫലം കാണാൻ. ഒരാമയും വരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ആ മോശ വടി നീട്ടി ചെങ്കടൽ പിളർത്തിയെ പാമ്പി തലപൊക്കി നോക്കിയപ്പോൾ പുറകെ വീണ്ടും പർവ്വം വരുക. ഞാനൊരു ദൂത് പറയാം, വിശ്വസിക്കുന്നവൻ പോകുന്ന വഴിയെ കൂടെ വിശ്വസിക്കാത്തവന് വരാൻ പറ്റുകയില്ല. പ്രാർത്ഥിക്കുന്നവന് തുറക്കുന്ന വഴിയെ കൂടെ ദുഷ്ടൻ യാത്ര ചെയ്യത്തില്ല. നിന്റെ കൃപ മനസ്സിലായവർ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. സ്തോത്രം. ചില വീടുകൾക്കകത്ത് ഈ ദിവസങ്ങളിൽ സംഭവിക്കാൻ പോവുക, ചില തലമുറകൾ സംഭവിക്കാൻ പോവുക, ചിലതിനെയൊക്കെ ദൈവം ഇല്ലായ്മപ്പെടുത്താൻ പോവുക. എന്നിട്ട് നിന്നെ കൊണ്ട് തപ്പടിപ്പിച്ച് നൃത്തം ചെയ്യിച്ച് നല്ലൊരു ആമയും പറഞ്ഞാട്ട്. അപ്പൊ ചോദ്യം, പഴയ നിയമത്തിൽ മാത്രമേ ഈ നിഴലുള്ളോ? ഇനി ഞാൻ പഴയ നിയമമൊക്കെ വിട്ട് പുതിയ നിയമത്തിലോട്ട് വരിക. ഗ്ലോറി ടു ഗോഡ്. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ എന്നോട് കർത്താവിൻ്റെ ആത്മാവ് പറയുക, ജീസസ്, ലൈഫ് വേസ്റ്റ് എന്ന് കരുതിയ ചിലരുടെ ലൈഫ് ഭയങ്കര പ്രയോജനമുള്ളതാകാൻ പോവുക, ഭയങ്കര ബ്യൂട്ടി ഉള്ളതാകാൻ പോവുക, ആത്മീക സൗന്ദര്യമുള്ളതാകാൻ പോവുക. എന്നോട് ഹോളി സ്പിരിറ്റ് ഒരു കാര്യം പറയുന്നുണ്ട്. ചില കുടുംബത്തിനകത്ത് വലിയ അഴിച്ചുപണി നടക്കാൻ പോവുക. ഈ ദിവസങ്ങളിൽ നിന്റെ വീടിനെ മാത്രം ദൈവം നോട്ടമിട്ടിരിക്കുക, നിന്റെ സന്തതിയെ മാത്രം നോട്ടം കിട്ടിരിക്കുക. അവനെ ഒന്ന് ബ്യൂട്ടി ആക്കാതെ, അവനെ ആത്മീക ഞാനിവിടെ പ്രസംഗിക്കുന്ന എല്ലാം ശാരീരിക സൗന്ദര്യമല്ല, ആത്മീക സൗന്ദര്യമാണ്. നമുക്ക് ആ വാക്യത്തിലോട്ടൊന്ന് വരാം. ദൈവത്തിന് സ്തോത്രം. ആമീൻ. ഒന്നുകൂടെ ഞാൻ കയറി ഒന്ന് പറയട്ടെ. എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട് ഈ നിഴൽ എൻ്റെ മേലുള്ളത് കൊണ്ട് അസാധാരണമായത് എന്തോ നടക്കാൻ പോവുക, ചില പ്രവചന നിവർത്തികൾ നടക്കാൻ പോവുകയാ. എത്ര പേരത് മനസ്സിലാക്കുമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ കാണുക, ചില വീട് അലങ്കരിച്ചൊരുക്കുന്നത് പോലെ ചില ഭവനത്തെ പരിശുദ്ധാത്മാവ് ഈ ദിവസങ്ങൾ അലങ്കരിച്ചൊരുക്കുക. നിന്റെ വീട്ടിൽ ആനന്ദിക്കാനുള്ള വക എനിക്ക് കാണാം. ഈ മീറ്റിങ്ങിനകത്തൂടെ കർത്താവ് ഇങ്ങനെ ഇറങ്ങി നടക്കുക. എന്നെ കർത്താവ് കാണിക്കുന്നു, ചിലരെ വലിയ ആത്മീക സൗന്ദര്യമുള്ളവരാക്കി ദൈവം മാറ്റാൻ പോവുക. ലൈഫിൽ ഇതുവരെ ഉണ്ടാകാത്തൊരു ബ്രേക്ക് ത്രൂ നടക്കാൻ പോവുക. ലൂക്കോസിന്റെ സുവിശേഷം ഒന്ന് എടുക്കാം. സ്തോത്രം. 1-ാം അധ്യായം എടുക്കാം. 35-ാമത്തെ വാക്യത്തിലേക്ക് നമുക്കൊന്ന് വരാം. സ്തോത്രം. അതിന് ദൂതൻ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. മതി. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന മറിയയുടെ അടുക്കൽ ദൂതനും മറിയയും തമ്മിലുള്ള ഒരു സംഭാഷണത്തിനകത്തെ ഒരു വാക്യമാണ് ഇവിടെ വായിച്ചു കേട്ടത്. ക്രിസ്തുവിന്റെ ജനനത്തിന് വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകന്മാർ പ്രവചിച്ചിട്ടുണ്ട്, കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. ഏദനിൽ തൊട്ട് പ്രവചനം കിടക്കുക, സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തല തകർക്കും, സർപ്പമോ അവന്റെ കുതികാൽ തകർക്കും. അക്കാലത്തെ കന്യകമാരെല്ലാം വിവാഹപ്രായത്തിന് അടുക്കുന്നതിന് മുമ്പേ അവരുടെ മാതാപിതാക്കൾ പറഞ്ഞു കൊടുക്കും, മോളെ, നിന്റെ കാലത്ത് ക്രിസ്തു ജനിക്കും. സ്തോത്രം. അവർ കാത്തിരിക്കുക. ഒരു ദിവസം മറിയ മുറിയിലിരിക്കുമ്പോൾ ദൂതൻ വന്ന് മറിയോട് പറയുക, 30-ാം വാക്യം. ദൂതൻ അവളോട്, മറിയേ, ഭയപ്പെടേണ്ട, നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു. മറിയ പോലും അറിഞ്ഞില്ല, നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചിരിക്കുന്നു. ഓ, എത്ര സുന്ദരം വാക്യ.
നിന്നോട് ദൂത് പറയാം, നിനക്ക് കൃപ ലഭിച്ചിരിക്കുന്നു. ബൈബിളിൽ നോഹയ്ക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു. നിങ്ങൾ ശ്രദ്ധിക്കണം, ഒരാൾക്ക് കൃപ ലഭിച്ചാൽ ഒരു കാര്യം മാത്രമല്ല, തമ്പുരാൻ ഈ കൃപ പകരുന്നത് ദൈവത്തിന്റെ പർപ്പസ് ഫുൾഫിൽ ചെയ്യാനാണ്. ഒരാമയും പറഞ്ഞു തുടങ്ങണം. ഞാൻ ആരോടൊക്കെ ആത്മാവിൽ പറയാം, ഈ ദിവസങ്ങളിൽ നിന്നെ നോക്കി ഞാൻ പ്രവചിക്കുക, നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിക്കട്ടെ. നിനക്ക് ദൈവത്തിന്റെ ഒരിക്കലും ബൈബിളിൽ ഒരു മനുഷ്യനെ കർത്താവിൻ്റെ അടുക്കൽ ചെന്ന് പ്രാർത്ഥിക്കാൻ കാര്യം, പുള്ളിക്ക് ജഡത്തിലൊരു ശൂലം കിട്ടിയിരിക്കുക. അത് മാറ്റി തരാനായിട്ട് 3 വട്ടം പുള്ളി പ്രാർത്ഥിച്ചു. നമ്മുടെ ഭാഷ 3:21 ഇരുന്നു. അങ്ങനെയില്ല, ഞാനങ്ങ് പറഞ്ഞു. 3-ാമത്തെ പ്രാവശ്യം ദൈവം ഇറങ്ങി വന്നേച്ച് പറഞ്ഞു, ശൂലം മാറ്റത്തില്ല, കൃപ തരാം, നിനക്ക് കൃപ തരാം. ഒരാമയും വരുന്നില്ല. ഈ പ്രാർത്ഥിച്ച ചില സൗഖ്യം അന്നേരം കിട്ടും, ചിലർക്ക് സൗഖ്യം കിട്ടത്തില്ല, കൃപ കിട്ടും. ഒരാമയും വരുന്നില്ല. ആ രോഗം ഉണ്ട് താനും, അവൻ രാജകീയമായി നടക്കുന്നു. അതിന്റെ പേരാ കൃപ. ഒരാമയും വരുന്നില്ല. മറിയയ്ക്ക് മാത്രമല്ല ബൈബിളിൽ കൃപ ലഭിച്ചത്, ഒത്തിരി പേർക്ക് കൃപ ലഭിച്ചിട്ടുണ്ട്. ഒരാമയും പറയണം. ഹല്ലേലൂയ. അപ്പം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെടുക്ക ചെന്നേച്ച ദൂതൻ പറയുക, മറിയേ ഭയപ്പെടണ്ട, നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചിരിക്കുന്നു. മറിയേ ഭയപ്പെടേണ്ട, നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു. എത്ര വായിച്ചാൽ മതി. മറിയേ ഭയപ്പെടണ്ട, നിനക്ക്. നിങ്ങൾക്കറിയോ, മുറിയുന്ന മറിയ അന്തം വിട്ട് വെളി വരിക. പണ്ടൊരിക്കൽ സെക്രട്ടറിയാവ് ശുശ്രൂഷിക്കാൻ കയറിയ അന്തം വിട്ട് വെളി വരിക. ആൾക്കാരിൽ വെച്ച് എന്തുവാന്ന് അവൻ പറഞ്ഞു, ഒന്നും പറയാനില്ല. എന്നാ കാര്യം? ഭയങ്കര ഇടപെടലായിരുന്നു അകത്ത്. അവര് ചോദിച്ചു, എന്തുവാ? പിന്നെ ചോദിച്ചവൻ പറഞ്ഞു, 6 മാസം കഴിഞ്ഞിട്ട് പറയാം. പറയത്തില്ല, കാണിക്കാം. മറുപടി. നിങ്ങൾ ശ്രദ്ധിക്കണം. ശുശ്രൂഷ ഞാൻ കയറുമ്പോൾ എന്നും പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയോട് സാധാരണമല്ലാത്തത്, ഇന്നൊരു ശബ്ദമേനും കേൾപ്പിക്കണം, ഇന്നൊരു സ്വപ്നമേനും തരണം, ഇന്നൊരു ചിലരുടെ ഉള്ളു കൊതിക്കുക, ഇന്ന് കൃപ താപ്പ, കൃപ വേണമപ്പ. പ്രാർത്ഥിക്കുമോ നിങ്ങൾ? യേശുവ, ഓ ഹല്ലേലൂയ, എനിക്കെന്തോ ദൈവത്തിന്റെ ആത്മാവ് ഉറപ്പ് തരിക. എത്ര പേര് ദൈവത്തോട് കൃപ ചോദിക്കും? മറിയരെടുക്കുന്നത്, മറിയ നിനക്ക് ദൈവത്തിന്റെ അടുത്തിരിക്കുന്ന നമ്മളെ നോക്കി വെച്ചാൽ നിനക്ക് കൃപ ലഭിച്ചിരിക്കുന്നെന്ന് പറ. പൗലോസ് പറയാം, നിന്റെ വായിന്ന് വരുന്ന വാക്ക് പറ, വായിന്ന് വരുന്ന വാക്ക്. എന്നിട്ട് ആദ്യം ഒന്ന് ചോദിച്ചാല്, കൃപയോടുള്ള വാക്കാണോ വരുന്നതെന്ന് ചോദിച്ചു. ചുമ്മാ ചോദിര്, നിന്റെ വായിന്ന് വരുന്ന വാക്ക്. ഇന്നലെ വൈകിട്ട് 8:45 പറഞ്ഞ വാക്ക് ഇടത്തേക്ക് കൃപയോടുള്ള വാക്കായിരുന്നെങ്കിൽ നിങ്ങളുടെ വീട് സ്വർഗമായാലും. വീട് സ്വർഗമാക്കണോ? വീട്ടിലുള്ള എല്ലാവരും കൃപയോടുള്ള വാക്ക് പറഞ്ഞാൽ ചെല്ലു. മനസ്സിൽ പറയാ, ഭാഷ നിർത്തല്ലേ, ഒന്നുകൂടെ പറ. കർത്താവിന് ഇഷ്ടമുണ്ട് നിന്റെ അടുക്കൽ വന്ന് നിനക്ക് കൃപ ലഭിച്ചിരിക്കുന്ന. നോഹയ്ക്ക് കൃപ പകർന്നവൻ, പൗലോസിന് കൃപ പകർന്നവൻ. ഇവിടെ ഇരിക്കുന്ന ചിലരോട് പറയാം, നിനക്ക് കൃപ തരാൻ പോവുക. നിനക്ക് 1 കോടി തരാമെന്നല്ല, നിനക്ക് കൃപ തരാം. ഓ, പ്രതിസന്ധിയിൽ നിൽക്കാൻ കൃപ തരാം. ഓ മറിയേ, നിനക്ക്. ചിലരുടെ പ്രാർത്ഥനാ ശൈലി ഈ ദിവസങ്ങളിൽ മാറണം. കൃപ ചോദിക്കണം ദൈവത്തോട്. ഓ, രാമിയും പറഞ്ഞാട്ട്, ഇതുവരെ ഈ ദിവസങ്ങളിൽ നിന്നെ വിശേഷ കൃപ കൊണ്ട് ദൈവം നിറയ്ക്കട്ടെ. ഓ, നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിക്കട്ടെ. ഓ, യേശുവിന്റെ നാമത്തിൽ അസാധാരണമായത് എന്തോ നിന്റെ ലൈഫിൽ നടക്കാൻ പോവുക. മനസ്സുകൊണ്ടെന്ന് പറ, കർത്താവേ, കൃപ എൻ്റെ മേൽ. ആമീൻ. ദൂതന്റെ അടുക്കൽ മറിയ വന്നിട്ട് പറയുക, മറിയേ ഭയപ്പെടേണ്ട, നിനക്ക് കൃപ ലഭിച്ചിരിക്കുന്നു. മറിയേ ഭയപ്പെടേണ്ട, നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു. നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു. ഞാനൊരു കാര്യം കൂടെ പറയാം. ഈ ദിവസങ്ങളിൽ ചിലരുടെ മുമ്പിൽ നീ സാക്ഷി പറയാൻ പോവാ. ഞാനിപ്പോ ഒരു ശബ്ദം കേൾക്കുക, നീ സാക്ഷി പറയാൻ പോവാ, എനിക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചെന്ന്. ഓ, എത്ര പേരാകെ ചില വിഷയത്തിനകത്ത് നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചെന്ന്.
ഓ, നീ സാക്ഷി പറയാൻ പോവാ. റംബ പൗലോസ് പറഞ്ഞ പോലെ ഞാൻ 3 വട്ടം പ്രാർത്ഥിച്ചു, കൃപ തരാമെന്ന് പറഞ്ഞു. ഓ, യേശുവിന്റെ നാമത്തിൽ ഞാൻ ദൈവശബ്ദം കേട്ടോണ്ടായി ഇന്ന് ദൂത് പറയുന്നേ. നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചിരിക്കുന്നു. നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചിരിക്കുന്നു. നിന്റെ തലമുറയ്ക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചിരിക്കുന്നു. അടുത്ത ദിവസങ്ങളിൽ സാക്ഷി പറയാൻ പോവാ, എനിക്ക് ദൈവത്തിന്റെ. നിങ്ങൾ ഭാരപ്പെടുന്ന വിഷയത്തിനകത്ത് കൃപ ലഭിക്കാൻ പോവാ. കൃപ ലഭിക്കാൻ പോവാ. അടുത്ത 43 ദിവസത്തിനകം ചില അസാധാരണ കാര്യങ്ങൾ പ്രവചിക്കാൻ ദൈവനോട് പറയുക. അടുത്ത 40 നിന്റെ കണ്ണുകൾക്ക് വിശ്വസിക്കാൻ പറ്റാത്തത്, നിന്റെ കാതുകൾക്ക് നിന്നെ നോക്കി പ്രവചിക്കാൻ നിനക്ക് കൃപ ലഭിക്കാൻ പോവുക. നിനക്ക് കൃപ ലഭിക്കാൻ പോവുക. ഇപ്പൊ മറിയ ചോദിച്ചു, ദൂതൻ കുറെ ദൂത് പറഞ്ഞവൻ ചോദിച്ചു, പുരുഷനെ അറിയായികയാൽ ഇതെങ്ങനെ സംഭവിക്കും? ഉത്തരം കേട്ടോ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. ദൂതൻ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. അടുത്തിരിക്കുന്ന ആളെ ഒന്ന് തൊട്ടച്ച് പ്രവചിക്ക്, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. ഒരാമയും വരുന്നില്ല, അളവില്ലാതെ വരും. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. എന്നോട് കർത്താവിന്റെ ആത്മാവ് പറയാം, ചില വാഗ്ദത്തങ്ങൾ ഉടനെ നിറവേറും. ചില വാഗ്ദത്തങ്ങൾ ഉടനെ നിറവേറും. പ്രവാചകന്മാർ പ്രവചിച്ച, ബൈബിള് തുറന്നപ്പോൾ നിനക്ക് ലഭിച്ച വാഗ്ദത്തം, നീ സ്വപ്നം കണ്ട വാഗ്ദത്തം ഉടനെ നിറവേറാൻ പോവുക. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. അത്യുന്നതന്റെ ശക്തി. ഓ ഹല്ലേലൂയ. അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. മറിയേ, ഒരാളുടെ ലൈഫിലും നടക്കാത്ത കാര്യം നിന്റെ ലൈഫിൽ മാത്രം നടക്കും. ഇനി ആരുടെ ലൈഫിൽ ഇത് നടക്കത്തില്ല. കാരണം എന്താണെന്നറിയാം, നീ ഒരു സ്പെഷ്യലാ. നീ ദൈവത്തിന് വിലയേറിയതാ. ദൈവം പറയാ, നിന്നെ കുറിച്ച് നിനക്ക് കൃപ തരും. അത്യുന്നതന്റെ ശക്തി. എപ്പോഴെങ്കിലും ഒക്കെ നിങ്ങൾക്ക് ഫീൽ ആയിട്ടുണ്ടോ, മറ്റുള്ളവരെ പോലെ അല്ല നിങ്ങളെന്ന് ഫീൽ ആയിട്ടുണ്ടോ? ഉണ്ടോ? ഈ നമുക്ക് വേണ്ടി ചില കാര്യങ്ങളൊക്കെ കർത്താവ് ചെയ്യുമ്പോൾ പലപ്പോഴും ഞാൻ ഓർത്തിട്ടുണ്ട്, കർത്താവ് ആർക്കു വേണ്ടിയും ചെയ്യാത്തതാണല്ലോ നമുക്ക് വേണ്ടി ചെയ്യുന്നേ. അതെന്താ കാര്യം? അത്ര നീയും ദൈവവും തമ്മിലുള്ള റിലേഷൻ സ്ട്രോങ് ആ. മനസ്സിലായവർക്കായി സ്തോത്രം ചെയ്യുക. എതിരാളികൾ എത്ര പേര് തലപൊക്കി വന്നാലും അതൊന്നും നിന്നെ തൊടുകയില്ല. കാരണം ബന്ധം സ്ട്രോങ് ആണ്. എന്നോട് കർത്താവിൻ്റെ ആത്മാവ് ഒരു കാര്യം പറയുന്നുണ്ട്, ഈ ദിവസങ്ങളിൽ ചിലർക്ക് കൃപ ലഭിക്കും. ഒന്ന് പറഞ്ഞേ, എന്തുവാ കൃപ? ഹല്ലേലൂയ. ഇന്ന് ഇവിടുന്ന് പോകുമ്പോൾ പറഞ്ഞുകൊണ്ട് പോകണം, യോഗത്തിന് പോയിട്ട് എന്നാ കെട്ടി, എനിക്ക് കൃപ കിട്ടി. എന്തുവാ കൃപ? അല്പ ദിവസത്തിനുള്ളിൽ നിന്റെ കണ്ണുകൊണ്ട് വിശ്വസിക്കത്തക്ക രീതിയിൽ, കാണത്തക്ക രീതിയിൽ മറ്റുള്ളവരുടെ മുമ്പിൽ അത്ഭുതം. ശ്രദ്ധിക്കണം. ഹല്ലേലൂയ, സ്തോത്രം. എത്ര പേര് അതിന് ആമേൻ പറയും? ഞാൻ ഇച്ചിരുടെ കയറിയ ഒരു ദൂതൂടെ പറയാം, നിങ്ങൾ ശ്രദ്ധി. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലൂടെ നമുക്കൊന്ന് പോകാം. 49 അധ്യായം ഒന്ന് എടുക്കാം. അതിന്റെ 2-ാമത്തെ വാക്യം. അവൻ എന്റെ വായെ മൂർച്ചയുള്ള വാൾ പോലെയാക്കി, തന്റെ കൈയുടെ നിഴലിൽ എന്നെ ഒളിപ്പിച്ചു. അവൻ എന്നെ മിനുക്കി അമ്പാക്കി, തന്റെ പൂണിയിൽ മറച്ചു വെച്ചു. ഇത് പ്രവചന ഭാഗമാണ്. സ്തോത്രം. നിന്റെ വായെ അവൻ മൂർച്ചയുള്ള ഒരു വാൾ പോലെയാക്കും. നിന്റെ വായെ വല്ലവരെ മുറിക്കുന്ന നാവിന്റെ കാര്യമല്ല പറഞ്ഞു. ഇത് ആത്മതലങ്ങളിലെ ഒരു അഭ്യസനമാ പറയുന്നത്. നിന്റെ വായെ അവൻ മൂർച്ചയുള്ള. നിങ്ങളുടെ ഏത് കൊടിയ ബന്ധനം അഴിക്കുന്നത് നാവ് കൊണ്ടാണ്.
ഏത് കൊടിയ ബന്ധനം അഴിക്കുന്ന എങ്ങനാ? അമ്മയുടെ ഉദരം തൊട്ട് വീണ കെട്ട് പൊട്ടിയത് അഭിഷക്തന്മാരുടെ നാവ് കൊണ്ടാ. ഒരാമയും വരുന്നില്ല. ഈ ബൈബിളിൽ ഈ നാവിനെ കുറിച്ച് ചില വാക്യമുണ്ട്. മോശയോട് ദൈവം ഒരിക്കൽ പറഞ്ഞു, ഞാൻ നിന്റെ വായോടുകൂടെ ഇരിക്കും. ഞാൻ നിന്റെ വായോടുകൂടെ ഇരിക്കും. യിരെമ്യാവിനോട് പറഞ്ഞു, നീ അധമമായത് ഒഴിച്ച് ഉത്തമമായത് പ്രസ്താവിച്ചാൽ നീ എൻ്റെ വായാവും. 45 സങ്കീർത്തനത്തിൽ എഴുതി, നിന്റെ നാവിനെ സമർത്ഥകനായ ലേഖകന്റെ എഴുത്തുകോലാക്കി ഞാൻ മാറ്റും. ഞാനൊരു വെളിപ്പാട് പറയാം. ചിലരുടെ നാവ് ഈ ദിവസങ്ങളിൽ പ്രയോജനപ്പെടാൻ പോവുക. പൈശാചിക തലങ്ങൾക്ക് നിന്റെ നാവ് ഒരു ഭീഷണിയാകാൻ പോവുക. ഈ എല്ലാറ്റിനും ഒന്നും മറുപടി പറയരുത്. കൃപ സൂക്ഷിക്കുന്നവർക്കാകട്ടോ. അല്ലാത്തവർ ചുമ്മാ യോഗത്തിന് വരുമ്പോൾ മദ്ദൽ മറിയവും വീട്ടിൽ ചെല്ലുമ്പോൾ മാർക്കറ്റ് മറിയോ ആയിക്കും ഒരു വിരോധവും ഇല്ല. പക്ഷെ കൃപ സൂക്ഷിക്കുന്നവര് ഒത്തിരി അങ്ങ് മിണ്ടാതിരിക്കുന്നതാ നല്ലത്. ചിലർക്ക് ഒത്തിരി മിണ്ടുന്ന ഭയങ്കര ഇഷ്ടമാണ്. ഈ സ്ത്രീകളായ ഈ പൊതുവെ ഒത്തിരി വേണം കരുതി എന്നോട് മിണ്ടുന്നത്. പണ്ടൊരു ജയിലിൽ 15 വർഷം 2 സ്ത്രീകൾ കിടന്നു വെച്ച് ശിക്ഷ കഴിഞ്ഞ് വെളിയിറങ്ങി പോയി, ബാക്കി ഇനിയും കാണുമ്പോൾ പറയാവും. പുരുഷന്മാരങ്ങനല്ല. ഇപ്പൊ ഒരു സ്ത്രീ ഒരു കല്യാണത്തിന് പോയി, തിരിച്ചു വരുമ്പോൾ സ്ത്രീ പുരുഷനോട് പറയും, അച്ചായ സാരി കണ്ടായിരുന്നു, അച്ചായ അവിടെ സ്റ്റൈല് കണ്ടായിരുന്നു, 1000 കാര്യം പറയും. പുരുഷൻ കല്യാണത്തിന് പോയി ചെന്ന് ഭാര്യ ചോദിക്കുക, എങ്ങനെ ഉണ്ടായിരുന്നു? ആ നല്ലായിരുന്നു. പെണ്ണെങ്ങനെ? കുഴപ്പമില്ല. ഫുഡ് എങ്ങനെ ഉണ്ട്? കുഴപ്പമില്ല. അവൾ എന്തുവാ സാരി കൊടുത്തിരുന്നേ? അയ്യോ അത് നോക്കിയില്ല. പുരുഷൻ 4 വാക്കേ ഉള്ളൂ. ഞാൻ നിങ്ങളോട് പറയാം, നല്ലതാകട്ടോ. ഈ ചിലരുണ്ട് പോയച്ചു വന്ന കഥ പോലെ വിവരിക്കും വീട്ടിയിരുന്നു. നിങ്ങൾ എന്നെ ശ്രദ്ധിക്കണം. ഇപ്പൊ ചിലരൊക്കെ മൊബൈലിൽ ഫോൺ കോൾ റെക്കോർഡ് ചെയ്യും, തെളിവാന്നാ പറയുന്നത്. ഞാൻ എൻ്റെ ഒരു ഫോണിൽ റെക്കോർഡ് ഇട്ടിട്ടില്ല. കാര്യം അങ്ങനെ ഒരു തെളിവ് വേണ്ട. ഈ തെളിവെല്ലാം കൂടെ എടുത്ത് എവിടെ പോവാന്? നിങ്ങളാരും മിണ്ടുന്നില്ല. എന്നോട് പിണങ്ങൊന്നും ചെയ്യില്ല. ഈ ചിലർ സംസാരിച്ച ഒന്നുകൂടെ കേൾക്കും ചുമ്മാ ഇരിക്കുമ്പോ, അന്നേരം വൈരാഗ്യം കൂടും. പിന്നെ അടുത്ത വോയിസ് അങ്ങോട്ട് ഇടും. പിന്നെ വോയിസ് കളിയാ. ഞാൻ നിങ്ങളോട് തുറന്നു പറയാം, സ്തോത്രം. നാവ് ഇച്ചിരി അടക്കി പാർക്കുന്നവർക്ക് കൃപ ലഭിക്കും. ഒരാമയും വരുന്നില്ല. ഒത്തിരി പറയാതിരിക്കുക, ഒത്തിരി ആരെ കുറിച്ച് സംസാരിക്കാതിരിക്കുക. നിന്റെ നാവ് ദൈവത്തിന് പ്രയോജനപ്പെടട്ടെ. നിങ്ങൾക്കറിയോ, പിശാചിന് വേണ്ടത് നമ്മുടെ നാവാ, ദൈവത്തിന് വേണ്ടതും. മർക്കോസിന്റെ മാളിക മുറിയിൽ നിന്ന് 2 അപ്പോസ്തലന്മാർ ഇറങ്ങി സുന്ദരം ദേവാലയ ഗോപുര വാതുക്കൽ അമ്മയുടെ ഉദരം തൊട്ട് ബന്ധിക്കപ്പെട്ടവനോട് പറയാ, വെള്ളിയും പൊന്നി എനിക്കില്ല, എനിക്കുള്ളത് നിനക്ക് തരുതെന്ന് പറഞ്ഞപ്പോ ബന്ധനം അഴിഞ്ഞവൻ ചാടി എഴുന്നേറ്റെങ്കിൽ നാവൊരു വാളായതാ. ഒരാമയും വരുന്നില്ല. ഞാൻ വേദപുസ്തക ചരിത്രത്തിലോട്ട് നിങ്ങളുടെ ചിന്തകളെ കൊണ്ടുപോകാം. എത്ര പേർക്ക് കൊതിയുണ്ട് നിന്റെ നാവിനെ ഈ ദിവസങ്ങളിൽ തമ്പുരാൻ അഭ്യസിപ്പിക്കാൻ പോവുക. ഓ ഹല്ലേലൂയ. എന്നിട്ട് പറയാം, നിന്നെ അവൻ കൈയുടെ നിഴലിൽ ഒളിപ്പിച്ചു വെക്കും. ഗ്ലോറി ടു ഗോഡ്. ആരോടൊക്കെയോ കർത്താവിന്റെ ആത്മാവരെ ചിലരുടെ നാവ് ഈ ദിവസങ്ങളിൽ പ്രയോജനപ്പെടാൻ പോവുക. എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണമെന്ന് പറയുന്നത് എന്തിനാ? പ്രാർത്ഥിക്കുന്ന നാവുകളുടെ പ്രത്യേകത ആ പ്രാർത്ഥനയുടെ ടേസ്റ്റ് വിട്ട് വർത്താനം പറയത്തില്ല. ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മുടെ കുറച്ച് കോപവും ദേഷ്യവും മറ്റുള്ളവരെ പറ്റിയുള്ള ജലസി ഒക്കെ നമ്മളൊന്ന് മാറ്റണം. അത് ദൈവം മേളിൽ നിന്ന് ഇറങ്ങി വന്നൊന്ന് മാറ്റുകയല്ല, സ്വയമായിട്ട് മാറ്റണം. ഒന്ന് മാറ്റുമെന്ന് ചോദിച്ചേ. ചിലരാണ് വാ തുറന്ന് അടുത്ത ആടെ കുറ്റമേ പറയത്തുള്ളൂ. അപ്പൊ ചോദിക്കുന്നത്, എടാ കുറ്റമില്ലാത്ത ആരെയും നീ ഇന്ന് വരെ കണ്ടിട്ടുണ്ടോ? പുള്ളി പറയും, ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല, മൊത്തത്തിനും കുറ്റമാ. കണ്ട മിണ്ടുന്നില്ല. ഈയിടെ ഞാനൊരു ഹസ്ബൻഡിനോട് വൈഫിനോട് സംസാരിച്ചപ്പോൾ, ഹല്ലേലൂയ, ഹസ്ബൻഡ് പറയാം, എൻ്റെ വൈഫിൻ്റെ മൊത്തം കുറ്റമാ. പിന്നെ വൈഫിൻ്റെ അപ്പൻ്റെ കുറ്റം, അമ്മയ്ക്ക് കുറ്റം, പിന്നെ അവൻ്റെ പെങ്ങൾക്ക് കുറ്റം,
പിന്നെ അവരുടെ സഭയിലെ പാസ്റ്റർക്ക് കുറ്റം, ചർച്ചിന് കുറ്റം. ഞാൻ ചോദിച്ചു, കുറ്റമില്ലാത്ത ആരെയും കണ്ടിട്ടുണ്ടോ? ഞാൻ ഇന്ന് വരെ ആരെയും കണ്ടിട്ടില്ല. നീ സ്വർഗത്തിൽ പോകത്തില്ലെന്ന് പറഞ്ഞു. മിണ്ടുന്നില്ല. എല്ലാവരും അങ്ങ് കുറ്റക്കാരായിട്ട് കാണുന്നുണ്ടോ? മിണ്ടുന്നില്ലല്ലോ. ഹല്ലേലൂയ. അവനിൽ എത്ര നല്ല ഗുണമുണ്ട്. ഒരുത്തന് 90 നല്ല ഗുണവും 10 മോശമായ കുഴപ്പമുണ്ട്. ആ നല്ല ഗുണം നീ കാണാൻ തുടങ്ങിയാൽ അല്പ ദിവസം കഴിയുമ്പോൾ അവൻ്റെ മോശമായ ഗുണം കൂടെ നല്ല ഗുണമായി മാറും. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കണം, ആവശ്യമില്ലാത്ത ഒരു കാര്യത്തിനും നമ്മുടെ നാവ് വളയ്ക്കാതിരിക്കുക. ബൈബിൾ പറയാം, നിന്റെ നാവ് സമർത്ഥകനായ ലേഖകന്റെ എഴുത്തുകോലാകും. നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഇവിടെ ഇരിക്കുന്ന ചിലരോട് പറയാ, തകർന്ന് കിടക്കുന്ന ചില വീടുകൾക്കകത്ത് കയറി പുതിയ ചരിത്രം എഴുതാൻ നിന്റെ നാവിനെ ദൈവം ഉപയോഗിക്കട്ടെ. എത്ര പേരതിന് ആമീൻ പറയും? ഈ ദിവസങ്ങളിൽ നിന്റെ നാവ് കൊണ്ട് തന്നെ ചില ചരിത്രങ്ങൾ എഴുതട്ടെ. നിന്റെ മിനിസ്ട്രി മാറാൻ പോവുക, നിന്റെ അഭിഷേകം മാറാൻ പോവുക. നിന്റെ നാവ് കൊണ്ട് കൃപയോട് സംസാരിക്കുക. ഈ പൗലോസ് പറഞ്ഞു, ഞാൻ ബുദ്ധി കൊണ്ടും പാടും, ആത്മാവ് കൊണ്ടും പാടും, ബുദ്ധി കൊണ്ടും പ്രാർത്ഥിക്കും, ആത്മാവ് കൊണ്ടും പ്രാർത്ഥിക്കും. ഈ നിങ്ങൾ ശ്രദ്ധിക്കണം, ദൈവമക്കളൊക്കെ ഹല്ലേലൂയ തന്നെ ഒറ്റയ്ക്കിരുന്ന് കുറച്ചു നേരം ആത്മാവിൽ പ്രാർത്ഥിക്കുന്നത് നല്ലതാ. തന്നെ മുട്ടുകുത്തിയൊക്കെ ഇരുന്ന് പ്രാർത്ഥിച്ച്, അതിൻ്റെ കാരണം പിന്നെ ആവശ്യമില്ലാത്ത ഒന്നും നാക്കെ വരികയില്ല. അങ്ങനെ ഒന്ന് അഭ്യസിക്കണം. ചിലർ പ്രാർത്ഥിക്കുകയും ചെയ്യും, ചില്ലക്ഷരം കൂട്ടിയ വർത്താനം പറയുകയും ചെയ്യും. നിങ്ങൾ ശ്രദ്ധിക്കണം. മനസ്സിലായില്ലേ? ചില്ലക്ഷരം സ്വതം. അപ്പം നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. അങ്ങനല്ല. എന്നിട്ട് അവസാനം പറയും, ശത്രു മുതലെടുത്ത ഒന്നുമല്ല, നിന്റെ സ്വഭാവത്തിൽ മാറ്റം വന്നിട്ടില്ല. നല്ല വാക്ക് പറയാൻ പഠിച്ച്, എല്ലാവരെയും സ്നേഹിക്കാൻ പഠിച്ച്. ഈ ചിലരുടെ ഒരു കുഴപ്പമുണ്ട്, ഇനി അതെല്ലാം കൂടെ പറഞ്ഞാൽ മൊത്തം പണക്കമാവുമല്ലോ. എന്നാലും വേണ്ടിയല്ല. ചിലരുണ്ട് കുഴപ്പമുണ്ട്, സ്നേഹിച്ചാലങ്ങ് നക്കിക്കൊല്ലും, പിണങ്ങിയാലങ്ങ് കുത്തിക്കൊല്ലും. ചിലർക്കൊരു കൊച്ചു കുഴപ്പം കണ്ടാൽ മതി, അയാളുടെ മുഴുവൻ കൃപയില്ലെന്നങ്ങ് പറയും. അങ്ങനല്ല, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. അങ്ങനല്ല. അമ്മി, നിങ്ങൾക്ക് കുറച്ച് കുഴപ്പമുണ്ടെങ്കിൽ അടുത്തിരിക്കുന്ന ആർക്കും എന്തോ ഉണ്ട്, കുറച്ച് ഇച്ചിരി. ചെല്ലു പറയാം, ഇന്നാളെ ഒരു വീട്ടിൽ ചെന്നപ്പോൾ എന്നോട് അച്ഛൻ പറയാൻ, എൻ്റെ ഭാര്യ ഭയങ്കര മിടിക്കുക, ഭയങ്കര പ്രാർത്ഥനക്കാരിയാണ്, ഇച്ചിരി നുണ പറയുമെന്നേ ഉള്ളൂ, വേറെ ഒരു കുഴപ്പം. എന്നിട്ട് ആ പുള്ളി ചിരിക്കാതിരിക്കുക. എനിക്കത് കേട്ടപ്പോൾ പൊട്ടിച്ചിരി വന്നു. എൻ്റെ പാസ്റ്റർ, എൻ്റെ ഭാര്യ എന്നോട് കൃപയുള്ളവളാണെന്നറിയോ, എൻ്റെ പാസ്റ്റർ എൻ്റെ തങ്കക്കൂടോ, എൻ്റെ എത്ര മിടിക്കായ കൊച്ചാ, അവർക്ക് ഒറ്റ വീക്കറിച്ച് ഉള്ളി ഇച്ചിരി നുണ പറയും. അപ്പൊ പുള്ളിക്കാരത്തി പറയാ, എനിക്ക് ആ ഒരു കുറവുണ്ടല്ലോ, ഞാൻ ചെയ്ത് മാറ്റണ്ടായോ? അതൊന്നും മാറത്തില്ല പാസ്റ്റർ, നീ മാറണ ചാകണം, നമ്മൾ സ്വർഗത്തിൽ പോവുകയില്ല. നിങ്ങൾ എന്നെ ഒന്ന് ശ്രദ്ധിക്കണം. നമ്മുടെ നാവ് ദൈവത്തിന് പ്രയോജനപ്പെടണം. ദൈവത്തെ സ്തുതിക്കുന്ന നാവ, ആരാധിക്കുന്ന നാവ. ആ നാവിലെ വാക്ക് വേറൊരാൾക്ക് പ്രയോജനമാകട്ടെ. നിന്നെ കാണുന്നവൻ യേശുവിനെ കാണട്ടെ. നിന്നെ ക്രിസ്തുവിനെ വായിച്ചറിയുന്ന പത്രമാകട്ടെ. നിന്റെ നാവ് കൊണ്ട് നല്ലത് പറയാ. എത്ര പേർ അതിന് ആമീൻ പറയും? ബൈബിളിൽ വാക്യ തക്ക സമയത്തെ വാക്ക് താലത്തിലെ എന്തോ പോലെ പൊന്നാരിക്കാൻ പോലെ. ആമീൻ. നിങ്ങൾ ശ്രദ്ധിച്ച് അടുത്തിരിക്കുന്ന ആളെ ഒന്ന് തൊട്ടച്ച് പറ, നിന്റെ നാവിനെ ദൈവം പ്രയോജനപ്പെടുത്താൻ പോവാന്ന് പറ. ബൈബിളിൽ പറയാ, മരണവും ജീവനും എന്തുവാ നാവിൻ്റെ അധികാരത്തിന് കീഴിലാ. സങ്കീർത്തനക്കാരൻ പറഞ്ഞു, മരിക്കയില്ല, ഞാൻ ജീവനോടെ ഇരുന്ന് ദൈവത്തിന്റെ പ്രവൃത്തികളെ വർണ്ണിക്കും. ഇതിന്റെ ആയുസ്സിനെ കൊയ്തെടുക്കുവാൻ ദുഷ്ടശക്തികൾ പ്രബലപ്പെട്ടു വരുമ്പോൾ നീ പറയണം, ഞാൻ മരിക്കയില്ല, ജീവനോടെ ഇരുന്ന്. എത്ര തകർന്നാലും പറയണം, ഞാൻ ഇല്ലായ്മപ്പെടുകയില്ല, എൻ്റെ ദൈവം എനിക്ക് ഇനിയും കൃപ തരും. നിങ്ങൾക്കറിയോ, ദൈവത്തിന് വേണ്ടി ഒത്തിരി പ്രയോജനപ്പെടേണ്ടവരാ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിട്ട് എത്ര കൊല്ലമായി? ഒറ്റയാളെ നിങ്ങൾക്ക് വിടുവിക്കാൻ പറ്റിയിട്ടുണ്ടോ? ഹല്ലേലൂയ. ദൈവദാസന്മാരെ നോക്കണം, അവർ ഊണും ഉറക്കം വെടിഞ്ഞ് ഒരാളെ വിടുവിക്കാൻ നടക്കുക. ഒരാളെ കിട്ടിയ അദ്ദേഹത്തെ വിടുവിച്ചെടുക്കും. അതിൻ്റെ കാരണം എന്താ? നിന്റെ നാവിനെ അവൻ മൂർച്ചയുള്ളൊരു വാൾ പോലെയാക്കും. ഇരുമ്പായുധത്തിന് മൂർച്ചയില്ലാതിരുന്നാൽ അധികം ശക്തി പ്രയോഗിക്കേണ്ടി വരും. മനുഷ്യന് മൂർച്ച കൂട്ടുന്നു, ഇരുമ്പിന് മൂർച്ച കൂട്ടുന്നു. ഞാനിവിടെ ഇരിക്കുന്ന ചിലരോട് പറയാം, ഈ ദിവസങ്ങളിൽ ചിലതിൻ്റെ വായ്ത്തല തേക്കണം. എന്തിനാ? നിന്നെ മൂർച്ചയുള്ള ഒരു ആയുധമായി ദൈവം പുറത്തെടുക്കാൻ പോവുക. നിനക്ക് ശുശ്രൂഷയുണ്ട്. എത്ര പേർക്ക് ആഗ്രഹമുണ്ട് ദൈവത്തിന്റെ കൈയുടെ നിഴലിൽ?
ഓ, നിന്നെ ഒന്ന് ഒളിപ്പിച്ചു വെക്കാൻ പോവാ. നിന്നെ മിനുക്കി അമ്പാക്കി ദൈവത്തിന്റെ പൂണിക്കകത്ത്. എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്, കർത്താവേ എൻ്റെ ലൈഫിൽ കൃപ ഇന്ന് ദൈവം തരണം? എത്ര പേർ പ്രാർത്ഥിക്കും, കൃപ തരണേ? എനിക്ക് കർത്താവ് ഒരു വെളിപ്പാട് തരുന്നു. വലിയ ഓപ്പണിംഗ് ചിലർക്ക് കർത്താവ് തരാൻ പോവാം. എന്ന് പറഞ്ഞാൽ, വിവരിച്ചു പറയാം, നിനക്ക് സ്വപ്നം കാണാൻ വയ്യാത്ത ഓപ്പണിംഗ്, മറ്റൊരു തലത്തിലേക്ക് നിന്നെ ഉയർത്താൻ. സ്പിരിച്വലിയാ ഞാൻ പറയുന്നത്, ഞാൻ ഫൈനാൻസ് അല്ലിപ്പ പറഞ്ഞ സ്പിരിച്വലിയാ. ഓ ലോർഡ്, മറ്റുള്ളവർക്ക് കിട്ടാത്ത ചിലത് നിനക്ക് ആത്മീകമായി തന്ന്, ഭൗതികം പുറകെ വന്നോളൂ, ആത്മീകമായി തന്ന് നിന്നെ തമ്പുരാൻ ചാർജ് ചെയ്യാൻ പോവാ. ചിലരുടെ നാവിനെ തമ്പുരാൻ ഉപയോഗിക്കാൻ പോവാ. ഓ ഹല്ലേലൂയ. ഞാൻ ഇവിടെ നിന്നോണ്ട് കാണുക, ഭയങ്കര ഓപ്പണിങ് ചിലർക്ക് തരാൻ പോവാ. ചിലർക്ക് ചില യാത്രയുടെ ഓപ്പണിങ്, ചിലർക്ക് ചില പുതിയ ജോലിയുടെ ഓപ്പണിങ്, ആരെയൊക്കെ എന്തൊക്കെ അഭ്യസിപ്പിക്കാൻ പോവാ. നിനക്ക് വേണ്ടി ഒരു ഇരിപ്പിടം ദൈവം ഒരുക്കുക. ശ്രേഷ്ഠമേറി, ഓ ഞാൻ പരിശുദ്ധാത്മാവ് പറയുന്നൂടാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ശ്രേഷ്ഠമേറിയ ചിലത്. തിരിച്ചറിവുള്ളവർ ദൈവത്തിനോട് സ്തോത്രം ചെയ്താൽ. എനിക്ക് കർത്താവിൻ്റെ ആത്മാവ് മനസ്സിലാക്കി തരുന്ന കാര്യം, ഏതൊക്കെയോ പുതിയ ബന്ധങ്ങൾ, കണക്ഷനുകൾ, ഓപ്പണിങ്ങുകൾ വരാൻ പോവാ. നിന്റെ വീടിനകത്ത് അസാധാരണമായ ദൈവപ്രവൃത്തി ഈ നാളുകളിൽ വെളിപ്പെടാൻ പോവാ. നീ ഒരു സ്വപ്നം കാണുന്നവനെ പോലാകത്തക്കവണ്ണം ഒരു ദൈവപ്രവൃത്തിയുടെ ഉറവ നിന്റെ വീടിനകത്ത് തുറന്നു വിടുക. എത്ര പേർ അതിന് ആത്മാവി പ്രാർത്ഥിക്കും? ആത്മാവി പ്രാർത്ഥിക്കും, എന്റെ നാവിനെ ഒരു വാളാക്കി മാറ്റണേ. എത്ര പേർക്ക് ശുശ്രൂഷ ചെയ്യാൻ ആഗ്രഹമുണ്ട്? എത്ര പേർക്ക് അഭിഷേകം ജ്വലിപ്പിക്കാൻ ആഗ്രഹമുണ്ട്? എത്ര പേർക്ക് അധികാരം ഏറ്റെടുക്കാൻ